ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതിയാണ്. അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് സൗജന്യമായിട്ട് മരുന്ന് നൽകുക അല്ലെങ്കിൽ സൗജന്യ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. സർക്കാർ ആസ്പത്രികളിലൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ 5 വർഷത്തിന് മുമ്പ് കണ്ട സർക്കാർ ആസ്പത്രികളാണോ ഇന്ന് കാണുന്നത്? ആണോ? അല്ല. കാരണം നവീകരിച്ച കെട്ടിടങ്ങൾ, അതുപോലെ അത്യാധുനിക ഉപകരണങ്ങളോടുകൂടിയ അത്യാധുനിക ചികിത്സാ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ 24 മണിക്കൂർ എമർജൻസി സൗകര്യം, അതുപോലെ തന്നെ പ്രഗത്ഭരും പ്രശസ്തരുമായുള്ള ഡോക്ടർമാരുടെ സേവനം, ഇതൊക്കെ ഇന്ന് സർക്കാർ ആസ്പത്രികളിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഭരണ നേട്ടം തന്നെയാണ്, നമുക്കല്ലെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ടോയ്ലറ്റ് സംവിധാനം ഇപ്പോഴത്തെ സർക്കാർ ഹോസ്പിറ്റലുകളുടെ വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇന്ന് പൊതുവിൽ ഒട്ടുമിക്ക സർക്കാർ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത ഒട്ടുമിക്ക മരുന്നുകളും ഹോസ്പിറ്റലുകളിലെ ഫാർമസികളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. റെയറായിട്ട് കാണാമേ ഉള്ളൂ മരുന്ന് സർക്കാർ ഹോസ്പിറ്റലുകളിലെ ഫാർമസിയിൽ ലഭിക്കാത്തത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റലിനകത്ത് തന്നെ സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അവിടെ മരുന്ന് വളരെ വില കുറച്ച് ലഭിക്കുകയും ചെയ്യും. അതൊക്കെ ഒരു സർക്കാരിൻ്റെ ഭരണ നേട്ടം തന്നെയാണ്, നമുക്കല്ലെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പൊക്കെ സർക്കാർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അന്ന് സർക്കാർ ആസ്പത്രികളിൽ ഇന്നത്തെ പോലെ വെൽ ഡെവലപ്ഡ് അല്ല. കേരളം എന്ന് പറയുമ്പോൾ ഇന്ന് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. അതുപോലെ കേരളം ഇന്ന് ആരോഗ്യ മേഖലയിലെ ലോകത്തിന് മുന്നിൽ കേരളം മാതൃകയാണ്. അത്ര കണ്ട് നല്ല ചികിത്സാ രീതികളൊക്കെ ഇന്ന് നമ്മുടെ കേരള സർക്കാർ ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ്. അതൊക്കെ വളരെ വലിയ പ്രത്യേകതയാണ്. അതൊന്നും നമുക്ക് അല്ലെന്ന് പറയാൻ കഴിയില്ല. വളരെ നല്ല ഒരു അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ തന്നെയാണ്, അല്ലെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ വളരെ ഏത് സർക്കാർ ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് മനസ്സിലാവും, ഫ്ലോറൊക്കെ അത്ര ക്ലീനാണ്. മുട്ടുസൂചി വീണ് കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതുപോലെ ക്ലീനാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്ലോറും മറ്റു കാര്യങ്ങളും ഒക്കെ. അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. വൃത്തിയുടെ കാര്യത്തിലും ഇന്ന് കേരളത്തിലെ സർക്കാർ ഹോസ്പിറ്റലുകൾ മുന്നിലാണ്.